ഹായ് ഫ്രണ്ട്സ്, ഇന്ത്യൻ സിനിമയിലെ തന്നെ ഏറ്റവും മികച്ച സിനിമകളിലൊന്നാണ് 2007 പുറത്തിറങ്ങിയ താരേ സമീൻ പർ. ഇഷാൻ എന്ന 8 വയസ്സുകാരൻ മറ്റു കുട്ടികളിൽ നിന്നും വ്യത്യസ്തനാണ്. പഠിത്തത്തിൽ പുറകിലാണ്. പക്ഷേ അവന്റെ മാതാപിതാക്കൾ അവൻ എന്തുകൊണ്ട് അങ്ങനെയായി എന്ന് മനസ്സിലാക്കാൻ പരാജയപ്പെടുന്നിടത്ത് നിന്നാണ് കഥ തുടങ്ങുന്നത്. ചിത്രം മുന്നോട്ടു പോകും തോറും ഇഷാന്റെ കുഞ്ഞു ലോകത്തിലേക്ക് നമ്മൾ കൂടുതൽ ഇറങ്ങിച്ചെല്ലുന്നു. അവൻ കാണുന്നതും കേൾക്കുന്നതും മനസ്സിലാക്കുന്നതുമൊന്നും മറ്റുള്ളവരെ പോലെ അല്ല എന്ന് തിരിച്ചറിയുന്നു. അവന്റെ ലോകത്തിലേക്ക് വ്യത്യസ്ത കാഴ്ചപ്പാടുള്ള ഒരു രസികൻ അധ്യാപകൻ കടന്നുവരുന്നു. ആ വേഷമാണ് ആമിർ ഖാൻ ചെയ്തിരിക്കുന്നത്. ഇഷാനുമായി വളരെയധികം അടുക്കുന്ന അദ്ദേഹം അവന്റെ നിറമുള്ള ലോകം മറ്റുള്ളവർക്ക് കാട്ടിക്കൊടുക്കുന്നു. ഇഷാനായി എത്തുന്ന ദർശീൽ സഫാരി മുതിർന്ന നടന്മാരെ പോലും ഞെട്ടിക്കുന്ന തരത്തിൽ അതിമനോഹരമായ പ്രകടനമാണ് ചിത്രത്തിൽ കാഴ്ചവച്ചിരിക്കുന്നത്. അവന്റെ മാതാപിതാക്കളായി അഭിനയിച്ച വിപിൻ ശർമ്മയും തിസ്ക ചോപ്രയും ചിത്രത്തിൽ ഉടനീളം മികച്ചു നിൽക്കുന്നു. ഒരു മലയാളം ചിത്രത്തിൽ പറയുന്നത് പോലെ താരേ സമീൻ പർ കുട്ടികളുടെ സിനിമയല്ല, മറിച്ച് മാതാപിതാക്കൾക്ക് വേണ്ടിയുള്ള സിനിമയാണ്. ഒരു കുട്ടി മുന്നിൽ നിന്ന് നയിക്കുന്ന വലിയവർക്ക് വേണ്ടിയുള്ള സിനിമ. ഓരോ ബാല്യവും സ്പെഷ്യലാണെന്ന് കാണിച്ചു തരുന്ന ചിത്രം. ഇന്ത്യൻ സിനിമ എന്താണ് എന്ന് ആരെങ്കിലും നിങ്ങളോട് ചോദിച്ചാൽ ധൈര്യമായി അവർക്ക് മുന്നിലേക്ക് ഈ ചിത്രം കാട്ടിക്കൊടുക്കാം. ആ വർഷത്തെ ഓസ്കാർ പുരസ്കാരത്തിനയച്ച ഈ ചിത്രം പക്ഷെ നോമിനേറ്റ് ചെയ്യപ്പെടാതെ പുറത്താകുകയായിരുന്നു. ആ വർഷം ഓസ്കാർ ജയിച്ചതാവട്ടെ ഒരു ഇന്ത്യൻ കഥ പറഞ്ഞ സ്ലം ഡോഗ് മിഗ് മില്യനയർ ആയിരുന്നു. സിതാരെ സമീൻ പർ എന്ന പേരിൽ ഈ ചിത്രത്തിന് ഒരു രണ്ടാം ഭാഗം പുറത്തിറക്കിയെങ്കിലും ആദ്യ ഭാഗത്തിന്റെ അത്രയും നന്നായിരുന്നില്ല. ഈ ചിത്രം കാണാത്തവർ തീർച്ചയായും കാണൂ. അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ. മറ്റൊരു ചിത്രവിശേഷവുമായി അടുത്ത വീഡിയോയിൽ കാണാം.